പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലെ റെവറൻഡ് ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാൻ, ഡയറക്ടർ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, കേരള. ബഹുമാനിച്ചിരുന്നു ധ്യാന ഗുരു കൂടിയായ അങ്ങയെ. ഇന്ന്, അതായത് 19/7/2024 കാലത്ത് വരെ, ഇന്നാണല്ലോ ഈയുള്ളവന് അങ്ങയുടെ ജൂബിലിയുടെ വീഡിയോ കാണുവാൻ ഒരു അവസരം ലഭിച്ചത്. പക്ഷേ ഇപ്പോഴില്ല. ഇനി താങ്കൾ വെറും മിസ്റ്റർ അഗസ്റ്റിൻ വല്ലൂരാൻ മാത്രമായിരിക്കും ഈയുള്ളവന്. അല്ലെങ്കിൽ അങ്ങ് ചെയ്ത തെറ്റ് മനസ്സിലാക്കി പരിഹാരം ചെയ്യണം. അതിനു പക്ഷേ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം രോഗശാന്തിപരവും ഭാഷാപരവും വിശ്വാസികളുടെ പാപമോചനത്തിനുള്ള അധികാരങ്ങളും ഹോൾസെയിലായി ലഭിച്ച പ്രസ്തുത വരങ്ങൾ അങ്ങയുടെ ഇംഗ്ലീഷ് മലയാളം ധ്യാന പ്രസംഗങ്ങൾ കേൾക്കുവാൻ വരുന്ന അന്യനാട്ടുകാർക്ക് വരെ ചില്ലറയായി വിതരണം ചെയ്യുന്ന, കുഞ്ഞുങ്ങളെ അനുസരണമെന്ന പുണ്യം പഠിപ്പിക്കുന്ന ധ്യാനഗുരു തെറ്റു ചെയ്യുകയോ? നെവർ. ഇനി കാര്യമെന്തെന്ന് പറയാം. താങ്കളുടെ പൗരോഹിത്യത്തിന്റെ 50-ാം ആണ്ട് ആഘോഷിക്കുകയായിരുന്നുവല്ലോ ഈയിടെ. വളരെ നല്ലത്, അത് ആഘോഷിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ സഭ വിലക്കിയ, സഭയെ അനുസരിക്കാത്ത എറണാകുളത്തെ വിമത സാത്താനിക വൈദികർ ചെയ്യും പോലെ ഇല്ലിസിറ്റ് കുർബാനയിലൂടെ ആയിരുന്നല്ലോ ഡിവൈൻ റിട്രീറ്റ് സെന്റർ മുരിങ്ങൂർ ഡയറക്ടർ കൂടിയായ അങ്ങയുടെ ജൂബിലി കൊണ്ടാടിയത്. താങ്കളുടെ അനുസരണക്കേടിന്റെ ബലി ലോകം മുഴുവൻ കാട്ടുവാൻ ഗുഡ്നസ് ടിവിയും കൂട്ടുനിന്നു. 50 വർഷം മുമ്പ് പട്ടം സ്വീകരിച്ചപ്പോൾ മെത്രാനെയും പരിശുദ്ധ പിതാവിനെയും അനുസരിച്ചു കൊള്ളാമെന്ന് പരിശുദ്ധ അൾത്താരയിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥം തൊട്ടുകൊണ്ട് സത്യം ചെയ്ത ഞാൻ അത് ലംഘിക്കില്ല എന്നൊക്കെ ആർജവത്തോടെ പറയണമെങ്കിലേ നിങ്ങൾ നടത്തുന്ന ധ്യാനത്തിനിടയ്ക്ക് അടിപൊളി BGMന്റെ അകമ്പടിയോടെ നിങ്ങൾ അലറിപ്പറയുന്ന ശക്തിയുടെ ആത്മാവിന്റെ, ധൈര്യത്തിന്റെ ആത്മാവിന്റെ അഭിഷേകമുണ്ടാവണം സർ. പക്ഷേ അങ്ങയുടെ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ ഏതോ സഭാവിരുദ്ധനായ സാത്താന്റെ വികാരിയെ അനുസരിച്ച് ഇല്ലിസിറ്റ് കുർബാന അർപ്പിച്ചു. എറണാകുളത്തെ വിമതരോടും അങ്ങയുടെ സ്വന്തം സാത്താനോടുമുള്ള പ്രതിബദ്ധത അങ്ങനെ അങ്ങ് രേഖപ്പെടുത്തി. സബാഷ്. അപ്പോ സകലതും തട്ടിപ്പായിരുന്നല്ലേ? അങ്ങയുടെ സോക്കോൾഡ് പരിശുദ്ധാത്മവരം, അങ്ങയുടെ സോക്കോൾഡ് ഭാഷാപരം, അങ്ങയുടെ സോക്കോൾഡ് വചനവ്യാഖ്യാനപരം, അതും ഇംഗ്ലീഷിലും മലയാളത്തിലും, കൂടാതെ അങ്ങയുടെ സോക്കോൾഡ് രോഗശാന്തിപരം, എല്ലാം തട്ടിപ്പായിരുന്നു. രോഗമനോസൗഖ്യത്തിനായി ധ്യാനകേന്ദ്രങ്ങളിൽ കയറിയിറങ്ങുന്ന വിശ്വാസികളെ നിങ്ങൾ കേട്ടുവോ? നമ്മുടെ ധ്യാനഗുരുക്കളുടെ തനിക്കൊണം. മാർപ്പാപ്പ പുല്ലാണെന്ന് പറഞ്ഞ മഞ്ഞളി എന്ന ധ്യാനിപ്പീരുകാരനും ഇല്ലിസിറ്റ് കുർബാനയും ധ്യാനിപ്പീരും ഗുണ്ടാ പ്രവർത്തനങ്ങളും ഒന്നിച്ച് വിജയകരമായി കൊണ്ടുപോകാമെന്ന് എറണാകുളത്തിനും ലോകത്തിനും കാട്ടിക്കൊടുത്ത കട്ടിൽ സമരക്കാരൻ പാറേക്കാട്ടി എന്ന ധ്യാനിപ്പീരുകാരനും ഇപ്പോഴിതാ തന്റെ പൗരോഹിത്യ ജൂബിലിയിൽ സഭയുടെ നിർദ്ദേശങ്ങളും മാർപ്പാപ്പയുടെ കൽപ്പനകളും തനിക്ക് പുല്ലാണെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ഞളിയുടെയും മിസ്റ്റർ ജിനു പള്ളിപ്പാടന്റെയും കട്ടിൽ സമരക്കാരൻ പാറേക്കാട്ടിയുടെയും അതേ നിലവാരത്തിൽ
ഒരു ധ്യാനിപ്പീരുകാരൻ കൂടി അവതരിച്ചിരിക്കുന്നു, മിസ്റ്റർ അഗസ്റ്റിൻ വല്ലൂരാൻ. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീരപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22 മുതൽ 23 വരെ വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു. നമ്മുടെ കർത്താവിന് 12000 വർഷം മുൻപേ വ്യക്തമായി അറിയാമായിരുന്നു മേൽപ്പറഞ്ഞ പോലത്തെ ധ്യാനിപ്പീരുകാർ ഉണ്ടാകുമെന്ന്. അവസാനമായി ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ ഉള്ളവന്റെ വാക്കുകൾ നിർത്തിയേക്കാം. ഇനിയും അങ്ങ് ആഘോഷിച്ച സഭാവിരുദ്ധ ജനാഭിമൃഗ ബലി അങ്ങേക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല എങ്കിൽ, അഥവാ പാപബോധവും പശ്ചാത്താപവും തോന്നുന്നില്ല എങ്കിൽ, അഗസ്റ്റിൻ വല്ലൂരാൻ, അങ്ങേതെങ്കിലും നല്ലൊരു ധ്യാനകേന്ദ്രം തപ്പിപ്പിടിച്ച് ഒരാഴ്ചത്തെ ധ്യാനം കൂടിയാൽ നന്നായിരിക്കും. ചെലവ് കാശ് ഞാൻ അടയ്ക്കാം. എന്തായാലും നേത്രാവതിയിൽ കണ്ടുമുട്ടുന്ന അങ്ങയുടെ ധ്യാനം കൂടാൻ ദാഹിച്ചു വരുന്ന ഗോവൻസിനോട് ഈ ഉള്ളവന് പറയാൻ ഒരു വിശേഷമായി അവരുടെ പ്രിയ ധ്യാന കുരുവിന്റെ അനുസരണത്തിന്റെ വിശേഷം. ഞങ്ങൾ പാടുന്നു, ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.